ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞങ്ങളിതേ ഫസ്റ്റ് ടൈം ട്രിവാൻഡ്രത്ത് സ്കൂട്ടി പോവാണ് കേട്ടോ. ഭയങ്കര സാഹസികമായ യാത്ര ഈ ബസ്സിൻ്റെ പിറക്കിലേക്ക് പോയാൽ മതിയായിരുന്നു. നമുക്ക് അടിപൊളി സ്ഥലമാണ് കേട്ടോ, രസമുണ്ട്. ആ, അത്രയൊക്കെ ഉള്ളു, പ്രത്യേകതയൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഞങ്ങൾ പോവാം. ടാറ്റാ. എത്തിയിട്ടുണ്ട് ഗൈസ്, 9 മണി. ഞങ്ങളത് ഇവിടെ എത്തി. ഷാർപ്പ് ടൈം. നമ്മുടെ ഷാർപ്പ് ടൈമിലെത്തില്ലേ? നമ്മുടെ ഹെൽമെറ്റ് കൊണ്ടിട്ടിരുന്നാൽ മതിയോ? ഒക്കെ വല്ലോ ഉണ്ടാക്കി ഇടുവോ? ഇത് ഞങ്ങളുടെ ന്യൂ ഫ്രണ്ട് പാർവതിയാണ്. ഞങ്ങൾ അവളായിട്ടിരുന്ന് കത്തി വെക്കാൻ. അങ്ങനെ മഗ്‌രിബിന് നോമ്പ് മുറിക്കുന്ന സമയമായപ്പോഴത്തേക്കും വഴിയിൽ വെച്ചാണ് നോമ്പ് മുറിച്ചത്. അപ്പം ഭാഗ്യവശാൽ ഞങ്ങളുടെ കോളേജിൻ്റെ അവിടം വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഇതേ പോയിട്ട് അവളുടെ വണ്ടി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവളുടെ വണ്ടി അവിടെ വെച്ചിട്ടാണ് എൻ്റെ സ്കൂട്ടിയിലാണെന്ന് പോയത്. പിന്നെ പെട്ടെന്ന് തന്നെ വീടെത്തി. അങ്ങനെ ഞാൻ അതേ വീടെത്തിയപ്പോഴത്തേക്ക് ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. പൊരിപ്പ് ഇതേ പൊരിക്കാനൊന്നും അറിയത്തില്ല ഗൈസ്. ഞാൻ രാവിലെ ബജിക്കും ഉള്ളിവടയ്ക്കും ഒക്കെ ആക്കി വെച്ചിട്ടാണ് പോയത്. പൊരിക്കാൻ അറിയത്തില്ല. ബജിയിലൊന്നും മാവൊന്നും മുങ്ങിയിട്ട് കൂടിയില്ല. ഇത് ചെയ്യാം. ഹിബൂസാണ് കേട്ടോ പൊരിച്ചത്. അറിയത്തില്ല പാവം കൊച്ചിന്. അത്രയെങ്കിലും ആക്കി വെച്ചു. ഞാൻ അതെ, ആരാ വരുന്ന? ഹിബാന്. ഇതിലോ ഇതിലോ താങ്ക് യു. എന്താ ഒരെണ്ണം എന്തിയെ നൈസായിട്ടിരിക്കുന്നു. വണ്ടി ഓടിക്കായിരുന്നു. വണ്ടി ഓടിച്ചോണ്ട് എടുക്കാൻ ഞാൻ. അപ്പൊ പിന്നെ ഞാൻ കോളേജിന്റെ അവിടെ എത്തിയിട്ട് മുറിക്കാന്ന് വിചാരിച്ചു. അതൊരു ഐഡിയ ആയിരുന്നെങ്കിലും കാണിച്ചില്ല. പിന്നെ എന്താണ്ട് സമൂസയും പിന്നെ വേറെന്താണ്ടൊരു മീറ്റിൻ്റെ റോളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബീഫിൻ്റെ ഒന്നും ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ചിക്കൻ്റെ സമൂസ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വേണ്ട, ഇതാണ് ചിക്കൻ്റെ സമൂസ. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ തിന്നിത്രയും. പൈനാപ്പിൾ ഉണ്ട്, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ വന്നിട്ടുണ്ട്. എന്താണ്ടൊക്കെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഷെമ്മാമ എന്താണ്ടൊക്കെയാണ്. പക്ഷേ എനിക്ക് അത് പാലൊക്കെ ഒഴിച്ചിട്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ കുടിച്ചുകൂടാത്തതുകൊണ്ട് ഞാൻ നല്ല പാലൊഴിക്കാത്ത ജ്യൂസ് അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതെന്താ പാലൊഴിക്കാഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചാലേ, ഇതിൽ ഓട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നല്ല വൈറ്റ് കളർ ഇരിക്കുന്നത്. പിന്നെ ബൂസ്റ്റും ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ നോമ്പ് അൽഹംദുലില്ലാ സുഖമായി, ക്ഷീണമൊന്നും ഇല്ലാതെ എത്തി അൽഹംദുലില്ലാ. ഇന്നലത്തെയൊക്കെ പോലെയല്ല, ഇന്നലെയൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്രയും ക്ഷീണമൊന്നും ഇല്ല അൽഹംദുലില്ലാ, ഒരു കുഴപ്പമില്ലാണ്ട്. പാക്കിങ് കവറൊക്കെ എടുത്തിട്ട് അച്ചാർ പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. നാരങ്ങ അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. അച്ചാറല്ല, അവലോസ് പൊടിയാണ്. മനസ്സിലായിട്ടില്ലെങ്കിലും ആർക്കാ സാധനം മനസ്സിലാവാത്ത? അവലോസ് പൊടി മനസ്സിലാവാത്ത ആരാണ്? ഹേ, നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്തേക്ക്. ഇങ്ങനെ കുട്ടി കുട്ടി ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഇപ്പൊ രാത്രിയിലെ പാക്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, രാവിലെ ഒക്കെ പോണതിന് മുന്നേ ഞാൻ പോവും. അപ്പം പിന്നെ എനിക്ക് സമയമൊന്നും കിട്ടത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ചെയ്യാട്ടാ. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. കുറേ ദിവസമായി അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ട് പാക്ക് ചെയ്ത് ഇന്ന് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഓരോന്ന് പാക്ക് ചെയ്ത് ഒതുക്കിയാലേ പിന്നെ ഇനി എന്തൊക്കെയാണെന്നുള്ളത് ഓർമ്മ വരുത്തുള്ളൂ. എത്ര പ്രീ പ്ലാൻഡ് ആണെങ്കിലും എന്തെങ്കിലും ഓരോ ഐറ്റം മറന്നു പോകും. അതെപ്പോഴും ഉള്ളതാണ്. ഇത്തവണ എന്താണാവോ മറക്കാൻ പോകുന്നത് അറിയില്ല. ഇൻഷാ അല്ലാഹ് ഒന്നും മറക്കാതിരിക്കട്ടെ. എല്ലാം കഷ്ടപ്പെട്ട് എല്ലാം എടുത്തു വെക്കുന്നതൊക്കെ ഓർത്തിരിക്കട്ടെ. നല്ല കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
അതിനകത്തോട്ട്. അവ അടുത്ത് ഉരുകാൻ വേറെ സാധനത്തിനടുത്ത് വെച്ചേക്കാണ്. നോക്ക്, അതിപ്പാണ് കേട്ടോ കൈ. ഇത് വേഗം കത്താൻ വേണ്ടിട്ടാ ഇത് ഇടുന്നേ വാക്സ്. ഇതെയാ എന്റെ കൈ ഉണ്ടില്ലേ, ഇതൊക്കെ എന്റെ കൈ കാണിക്കൂ. ഇതൊക്കെ കൊള്ള ഇത് ഇനി ചെയ്യുമ്പോ ഊരിട് പോയിട്ടാ മൈലാഞ്ചി ഇട്ടേ നടക്കുന്നു. ഇതാണോടാ എന്നമ്മ ഇതൊക്കെ. ഇങ്ങനെ കാണിക്ക്. എന്നമ്മ ഇതിനകത്ത് തുളയുണ്ട്, ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാം, ഉറുമ്പിനൊക്കെ വെള്ളം കുടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോ നമുക്കിനി ചെറിയ കവർ തീർന്നു. എന്നമ്മേ അല്ല, ദാണ്ട. ചെറിയ കവർ, വലിയ കവേഴ്സ്. മുളക് പൊടിയും കൂടെ തട്ടായിരുന്നു. എന്നിട്ടെല്ലാം കൂടെ ഒരൊറ്റ മിക്സിലാക്കാം. വീഴുന്ന വേഗം തല മാറ്റാ. നമ്മളിപ്പോ തുമ്മാൻ തുടങ്ങും. പേടി എനിക്ക്. മുളക്കപ്പരി പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടേ ഉണ്ടേ, ഇവിടെ ഉണ്ടേ. അതിന്റെ ബാക്കില് മല്ലിപ്പൊടി. റിസ്മോൻ തന്നെ ഉണ്ടേ. മുളക് പൊടി മൂട്ടിൽ ചെറിയ മുളകാണ് ഗൈസ്, ചെറിയ മുളക്. അതാണ് ഗ്രീൻ കളർ. പെരിയമ്മ മുളക്. നമ്മൾ മുളക് പൊടിയുടെ അയലത്തോട്ട് പോലും പോകാതെയാണ് ഇരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തുമ്മാൻ തുടങ്ങും. അവിടെ AC ഇട്ടേക്കുന്നേ. തണുക്കട്ടെ. ഉമ്മയില്ല ഗൈസ്, ഒരു തുമ്മലോലും തുമ്മാതെ നമ്മൾ മുളക് പൊടി പൂർത്തിയാക്കിയിരിക്കുന്നു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഞാൻ അനക്കാതെ എടുത്ത് തുമ്മിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊക്കെ വീണ് പേടിയാണ്. ഇതാണഞ്ഞി ചുമ്മാതെ ഇതെന്നാ മുഴുമുടി ഒന്ന് മൂക്കിലോട്ട് വെച്ച് നോക്കുക, അപ്പൊ അറിയാം. നീ ഇതിവിടെ കിളയ്ക്കുമെന്നും അല്ലല്ലോ, എനിക്ക് മാറി ഇവിടെ വേണമെങ്കിൽ. കണ്ടോ ഇത്ര നന്നായിട്ട് ആക്ടിങ്ങിൽ തുമ്മൽ ചെയ്യാൻ പറ്റുന്ന ആരാണ് കഴിച്ചത്? നീ ചൂടെടുത്തിട്ട് ഈ വാക്സ് കണ്ട് ഇങ്ങനെ കുറച്ച് പേനെ കൊണ്ട് ഞാൻ സഹിക്കുവാണ്.